ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഇസഡ് e⁻ix എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ച എന്താണ്, കോംപ്ലക്സിലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി കോംപ്ലക്സിലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പഠിച്ചതിന് ശേഷം നമ്മൾ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മുടെ കോസ് എക്സും സൈൻ എക്സും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം e⁻x നമ്മൾ e⁻z എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതുപോലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതുപോലെ തന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയും ഹൈപ്പർബോളിക് ഫംഗ്ഷനെയും നമുക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ചെറിയൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. അതായത് നമ്മൾ അവിടെ പഠിച്ച അതേ ഫോർമുലാസൊക്കെ തന്നെയാണ് കോംപ്ലക്സിലും വരുന്നത്. അതങ്ങനെ വരാൻ പാടുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കോസ് ഇസഡ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിന് നമ്മൾ x+iy എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കൊടുക്കുന്നത്. അവിടെ y0 വരുമ്പോൾ നമ്മുടെ ഒറിജിനൽ റിയൽ നമ്പർ സിസ്റ്റത്തിലെ കോസ് എക്സ് തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ വേണം നമ്മൾ e⁻x എക്സ്റ്റെൻഡ് ചെയ്ത് e⁻z കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് നമ്മളിപ്പം ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ കോസ് ഇസഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ കോസ് എക്സ് നമ്മൾ ഇസഡ് x+iy എന്ന് നമ്മൾ എടുക്കുന്നത്. അതിൽ വൈക്ക് 0 കൊടുക്കുമ്പം കോസ് ഇസഡ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിട്ട് തന്നെ കിട്ടണം. അങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത്. കാരണം ഇസഡ് ഒരു റിയൽ നമ്പർ ആകുമ്പം അത് നമുക്ക് റിയൽ നമ്പർ സിസ്റ്റത്തിലെ കോസുമായിട്ട് ഇതിനെ ഈക്വലായി വരണം. അതുപോലെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ e⁻xനെ e⁻z എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കോംപ്ലക്സ് ആയിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാവുന്ന ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് e⁻ix നമ്മളിപ്പോൾ കണ്ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. അതുപോലെ തന്നെ e⁻ ix എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ഓഫ് -x പ്ലസ് ഐ സൈൻ -x വരും. നമ്മൾ ആ കോസ് ഓഫ് -x കോസ് എക്സ് തന്നെ, സൈൻ ഓഫ് -x മൈനസ് സൈൻ എക്സും ആയതുകൊണ്ട് ഇത് നമുക്ക് -i സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ e⁻ix എന്ന് പറഞ്ഞാൽ കോസ് എക്സും കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സും e⁻ix എന്ന് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, e⁻ix പ്ലസ് e⁻ ആഡ് ചെയ്യുമ്പോൾ ഐ സൈൻ എക്സും മൈനസ് ഐ സൈൻ എക്സും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2 cos x കിട്ടും. therefore cos x എന്ന് പറയുന്നത് e⁻ix പ്ലസ് e⁻ix/2 ആണ്. അതുപോലെ തന്നെ e⁻ix മൈനസ് e⁻ix എടുത്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, cos x പ്ലസ് ഐ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് വരും. നമ്മൾ മൈനസ് അകത്തോട്ട് കയറ്റുമ്പം മൈനസ് കോസ് എക്സ് മൈനസും കൂടെ പ്ലസ് ഐ സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പം കോസ് എക്സ് ക്യാൻസൽ ചെയ്ത് 2i സൈൻ എക്സ് എന്ന് വരും. അപ്പം 2i സൈൻ എക്സ് therefore e⁻ix മൈനസ് e⁻ix/2i ആണ് സൈൻ എക്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, കോസ് എക്സ് ഇസ് ഈക്വൽ ടു e⁻ix പ്ലസ് e⁻ix/2 സൈൻ എക്സ് ഈസ് ഈക്വൽ ടു e⁻ix മൈനസ് e⁻ix/2i. അപ്പം കോസ് എക്സും കിട്ടി, സൈൻ എക്സും കിട്ടി. അപ്പം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഈ എക്സിന് പകരം നമുക്ക് ഇസഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കോംപ്ലക്സിലോട്ടുള്ള ഇതേപോലെ തന്നെ കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇസഡ് ഈസ് ഈക്വൽ ടു x+iy എന്നെടുത്താൽ നമുക്ക് കോസ് ഇസഡ് ഈസ് ഈക്വൽ ടു e⁻iz പ്ലസ് e⁻ എന്നും സൈൻ ഇസഡ് ഈസ് ഈക്വൽ ടു e⁻iz മൈനസ് e⁻iz/2i എന്ന് എടുക്കാം. നമ്മളിവിടെ ഇസഡിന് അകത്ത് വൈക്ക് 0 കൊടുത്ത് നോക്കിയേ, ഇത് e⁻i ഇൻറ്റു x+iy ഫോമാണ്. അപ്പോൾ വൈക്ക് 0 കൊടുത്തു കഴിയുമ്പം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. അപ്പോൾ e⁻ix പ്ലസ് e⁻ix/2 അതുപോലെ തന്നെ e⁻ix മൈനസ് e⁻ix/2i നമ്മുടെ കോസ് എക്സും സൈൻ എക്സും തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒറിജിനൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം ഇസഡ് കൊടുക്കുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കിട്ടും. അപ്പം കോസ് ഇസഡും സൈൻ ഇസഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്,
സൈൻ ഇസഡ് ബൈ കോസ് ഇസഡ് ആണ്. അതുപോലെ തന്നെ കോട്ട് ഇസഡ് എന്താണ്? കോസ് ഇസഡ് ബൈ സൈൻ ഇസഡ് ആണ്. പിന്നെയുള്ളത് സീക്ക് ഇസഡ് എന്ന് പറയുന്നത് 1 ബൈ കോസ് ഇസഡ്. പിന്നെ കൊസീക്ക് ഇസഡ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും ഇൻ ടേംസ് ഓഫ് ദി കോംപ്ലക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒറിജിനൽ റിയൽ നമ്പർ സിസ്റ്റത്തിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ആ എക്സിന് പകരം ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഫോർമുലകളെല്ലാം ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഇസഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2. സൈൻ ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i വരും. ഇവിടെ ഐ ഉണ്ട്, ഇടയ്ക്കത്തെ ടേം മൈനസും ആണ്. ഇവിടെ എല്ലാം പ്ലസ് ആണ് വരുന്നത്. ഇവിടെ ഇടയ്ക്കത്തേത് മൈനസും 2iയും വരും. കോസും സൈനും ഉണ്ടെങ്കിൽ ബാക്കി 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടാൻ ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ബൈ കോസ് ഇസഡ് ആയിരിക്കും. കോട്ട് ഇസഡ് എന്ന് പറയുന്നത് കോസ് ഇസഡ് ബൈ സൈൻ ഇസഡ് ആയിരിക്കും. സീക്ക് ഇസഡ് എന്ന് പറയുന്നത് 1 ബൈ കോസ് ഇസഡ്. കോസീക്ക് ഇസഡ് എന്ന് പറയുന്നത് 1 ബൈ സൈൻ ഇസഡാണ്. പിന്നെ ഇത് അനലിറ്റിക് ആണോ? എല്ലായിടത്തും ഇത് അനലിറ്റിക് ആണോ? എൻ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അനലിറ്റിക് ആയുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2. ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്നൊരു എൻ്റയർ ഫംഗ്ഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഒരു ഒരു എൻ്റയർ ഫംഗ്ഷൻ. ഇ റേസ് ടു ഇസഡ് ഒരു എൻ്റയർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇ റേസ് ടു ഐ ഇസഡും ഒരു എൻ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. ഇ റേസ് ടു ഐ ഇസഡും ഇ റേസ് ടു മൈനസ് ഐ ഇസഡും എൻ്റയർ ഫംഗ്ഷനാണ്. അപ്പം ഇതും എൻ്റയർ ആണ്, ഇതും എൻ്റയർ ആകുമ്പോൾ അതിൻ്റെ സമ്മും എൻ്റയർ ആയിരിക്കും. ബൈ 2 ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒരു എൻ്റയർ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇ റേസ് ടു ഇസഡ് എൻ്റയർ ആയതുകൊണ്ട് ഇത് രണ്ടും എൻ്റയർ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് കോസ് ഇസഡ് എൻ്റയർ ആണെന്ന് പറയാം. അപ്പോൾ കോസ് ഇസഡ് ഈസ് ആൻ എൻ്റയർ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ സൈൻ ഇസഡിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും സൈൻ ഇസഡും ഒരു എൻ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ ഇസഡ് ഈസ് ആൻ എൻ്റയർ ഫംഗ്ഷൻ. അപ്പോൾ കോസ് ഇസഡും എൻ്റയർ ഫംഗ്ഷനാണ്, സൈൻ ഇസഡും എൻ്റയർ ഫംഗ്ഷനാണ്. ഇനി ടാനും ഒക്കെ വരുമ്പം ടാനിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ടാനിൻ്റെ ഡിനോമിനേറ്റർ കോസ് ഇസഡ് വരുന്നുണ്ട്, സീക്കിൻ്റെയും ഡിനോമിനേറ്റർ കോസ് ഇസഡ് വരുന്നുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമുക്കറിയാം സൈൻ ഇസഡും കോസ് ഇസഡും ഒക്കെ എൻ്റയർ ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക്കാം. പക്ഷേ അത് ഡിനോമിനേറ്ററിൽ വന്നാൽ അത് 0 വരുന്ന പോയിന്റുകൾ അത് ഡിഫറൻഷ്യബിൾ അല്ലല്ലോ. അതായത് ഇപ്പോൾ കോസ് ഇസഡ് 0 വന്നാൽ കോസ് ഇസഡ് 0 വന്നു കഴിയുമ്പം നമുക്ക് ഇത് കോസ് ഇസഡ് 0 വന്നാൽ ഇത് സൈൻ ഇസഡ് ബൈ 0 ഫോമിൽ വരുന്നത് കൊണ്ട് അത് അനലിറ്റിക് അല്ലായിരിക്കും. അപ്പോൾ ടാൻ ഇസഡും സീക്ക് ഇസഡും എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ് വെയർ കോസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. കോസ് ഇസഡ് 0 വരുന്ന പോയിന്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള പോയിന്റുകളല്ല. കോസ് ഇസഡ് 0 വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ടാൻ ഇസഡും സീക്ക് ഇസഡും നമ്മൾ പറയുമ്പം എന്താ പറയുന്നത്, അത് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് കോസ് ഇസഡ് ഈക്വൽ ടു 0. കോസ് ഇസഡ് ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള പോയിന്റുകളെല്ലാം അത് അനലിറ്റിക് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇസഡും സീക്ക് ഇസഡും അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് വെയർ കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് കോട്ട് ഇസഡും കൊസീക്ക് ഇസഡും നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ട് ഇസഡിൻ്റെ കേസിൽ ഡിനോമിനേറ്റർ സൈൻ ഇസഡാണ്, കൊസീക്ക് ഇസഡിൻ്റെ കേസിലും ഡിനോമിനേറ്റർ സൈൻ ഇസഡാണ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ സൈൻ ഇസഡ് 0 വന്നാൽ സൈൻ ഇസഡ് 0 വന്നാൽ അവിടെ അത് അനലിറ്റിക് അല്ലാതായി പോകും. എല്ലായിടത്തോടും അല്ലാത്ത കോസും സൈനും എല്ലാം അനലിറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഡിനോമിനേറ്ററും അതിൻ്റെ ഫ്രാക്ഷൻ എടുത്താലും അതും അനലിറ്റിക് ആയിരിക്കും. പക്ഷേ ഡിനോമിനേറ്റർ 0 വന്നാൽ അനലിറ്റിക് അല്ല. അപ്പോൾ സൈൻ ഇസഡ് 0 വരുന്ന പോയിന്റുകളിൽ കോട്ടും കൊസീക്കും അനലിറ്റിക് അല്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളിവിടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കോംപ്ലക്സ് നമ്പർ സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തു അല്ലേ. നമ്മൾ ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 എന്നും പറഞ്ഞ് കോസ് ഇസഡും ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i എന്നും പറഞ്ഞ് സൈൻ ഇസഡും ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് വെച്ചിട്ട് ടാന് കോട്ട് സീക്ക് കൊസീക്ക് എല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ പറയുവാണ് ഇ റേസ് ടു ഇസഡ് അനലിറ്റിക് എല്ലായിടത്തും അനലിറ്റിക് ആയതുകൊണ്ട് കോസ് ഇസഡും സൈൻ ഇസഡും എല്ലായിടത്തും അനലിറ്റിക് ആയിരിക്കും. അതുകൊണ്ട് അത് അനലിറ്റിക് ഓവർ ദ എൻ്റയർ പ്ലെയിനിൽ കോസും സൈനും അനലിറ്റിക് ആണ്. പക്ഷേ ടാനും സീക്കും എടുത്ത അതിൻ്റെ ഡിനോമിനേറ്റർ കോസസിൽ വരുന്നത് കൊണ്ട് കോസസിൽ 0 വരാത്ത പോയിന്റുകളെല്ലാം മാത്രമേ അത് അനലിറ്റിക്. കോസസിൽ 0 വന്നാൽ അത് അനലിറ്റിക് അല്ല. അതുപോലെ തന്നെ കോട്ടിസഡും കൊസീക്ക് ഇസഡിനും ഡിനോമിനേറ്റർ സൈനിസഡ് ആയതുകൊണ്ട് സൈനിസഡ് 0 വരുന്ന പോയിന്റുകൾ അത് അനലിറ്റിക് അല്ല. ബാക്കിയുള്ള പോയിന്റുകളിൽ അത് അനലിറ്റിക് ആയിരിക്കും.
ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്സാണ്. ഡെറിവേറ്റീവ്സും പ്രൂഫൊന്നും ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടില്ല, പിന്നെ ഞാൻ അങ്ങ് പ്രൂഫ് തന്നു എന്നുള്ളതേ ഉള്ളൂ. കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പറയുന്ന പോലെ തന്നെ നമ്മുടെ കോംപ്ലക്സ് സിസ്റ്റത്തിലും കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയിരിക്കും. നമുക്കറിയാം കോസ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ആണ്. നമ്മളതിനെ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ ഇ റേസ് ടു ഇസഡിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഇസഡ്, ഇ റേസ് ടു എ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എ ഇ റേസ് ടു എ ഇസഡ് അല്ലേ വരുന്നപ്പോൾ ഇ റേസ് ടു ഐ ഇസഡിൻ്റെ ഐ ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡിൻ്റെ മൈനസ് ഐ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ നമ്മൾ ദിസ് ഐ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ മൈനസ് വന്നു, ഐ നമ്മൾ പുറത്തെടുത്തു. ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 എന്ന് വരും. നമുക്ക് ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i ആയിരുന്നുവെങ്കിൽ നമുക്കതിനെ സൈനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐ സ്ക്വയർ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i എന്ന് വരും അല്ലേ. ഈ ഐയും കൂടെ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ -1. അപ്പം മൈനസ് ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i. ഇതെന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇസഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ. കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ്, കോസ് ഇസഡ് അല്ല, കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇസഡ് ആണെന്ന് കിട്ടും. ഇനി നമുക്ക് സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ നോക്കുവാണെങ്കിൽ സൈൻ ഇസഡ് നമുക്കറിയാം ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2i ആണ്. അതിൽ 2i എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തെടുക്കാം. നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്യുമ്പോൾ 1/2i കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ഇ റേസ് ടു ഐ ഇസഡിൻ്റെ ഐ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡിൻ്റെ മൈനസ് ഐ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2i ഐ ഇ റേസ് ടു ഐ ഇസഡ്. ഈ മൈനസും കൂടെ പ്ലസ് ആകും. ഐ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഐ ഇസഡ്. ഐ കോമൺ ആയിട്ട് എടുത്താൽ i/2i ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് എന്ന് വരും. ഐയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഐയും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? ഇത് നമ്മുടെ കോസ് ഇസഡ് അല്ലേ. ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 എന്ന് പറയുന്നത് നമ്മുടെ കോസ് ഇസഡ് ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ഇസഡ് ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇ റേസ് ടു വെച്ചിട്ടാണ് സൈൻ്റെയും കോസിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തത്. ടാനിൻ്റെയും നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ടാൻ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ബൈ കോസ് ഇസഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പം ഡിനോമിനേറ്റർ കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇസഡ് കോസ് ഇസഡ് മൈനസ് സൈൻ ഇസഡ് കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഇസഡ് എന്ന് വരും. അപ്പം നമുക്ക് ഇത് കോസ് സ്ക്വയർ ഇസഡ് ദിസ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ഇസഡ്. ഈ മൈനസും കൂടെ പ്ലസ് ആയി പ്ലസ് സൈൻ സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഇസഡ്. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആണ്. അപ്പോൾ അത് 1 കോസ് സ്ക്വയർ ഇസഡ് എന്ന് വരും. 1 കോസ് സ്ക്വയർ എന്ന് പറയുമ്പം സി സ്ക്വയർ ഇസഡ് എന്ന് കിട്ടും. അപ്പം നമുക്ക് ടാൻ ഇസഡിൻ്റെ വാല്യൂ നമ്മളവിടെ കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്തതെന്നുള്ളത് ഓർക്കുക. ടാൻ ഇസഡിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കോഷ്യൻ റൂളാണ് ചെയ്തേക്കുന്നത്. അപ്പം ടാൻ ഇസഡ് എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് എന്നുള്ളത് യൂസ് ചെയ്തു, എന്നിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ ഇസഡാണ്. ഇനി നമുക്ക് സീക്ക് ഇസഡിൻ്റെ നോക്കാം. സീക്ക് ഇസഡ് എന്ന് പറയുന്നത് 1 കോസ് ഇസഡാണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ സീക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 മൈനസ് 1 ഇൻറ്റു കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് സ്ക്വയർ ഇസഡ് എന്ന് വരും. അപ്പോൾ എന്ത് വരും?
കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 മൈനസ് 1 ഇൻറ്റു കോസ് ഇസഡ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ഇസഡ്. അപ്പോൾ എന്ത് വരും? 0 മൈനസും കൂടെ പ്ലസ് സൈൻ ഇസഡ് ഡിവൈഡ് ബൈ കോസ് ഇസഡ് ഇൻറ്റു കോസ് ഇസഡ് എന്ന് വരും. നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് സൈൻ ഇസഡ് ബൈ കോസ് ഇസഡ് ഇൻറ്റു 1 ബൈ കോസ് ഇസഡ് എന്ന് എടുക്കുവാണെങ്കിൽ സൈൻ ബൈ കോസ് ടാൻ ആണ്, 1 ബൈ കോസ് സീക്കാണ്. അപ്പോൾ നമുക്കത് ടാൻ ഇസഡ് ഇൻറ്റു സീക്ക് ഇസഡ്. അപ്പോൾ നമുക്കറിയാം സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് ഇസഡിൻ്റെതും അതുപോലെ തന്നെ സിമിലർ ആയിട്ടല്ലേ വന്നേക്കുന്നത് നോക്കിയേ. സീക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് ടാൻ ഇസഡ് സീക്ക് അല്ലെങ്കിൽ സീക്ക് ഇസഡ് ടാൻ ഇസഡ് എന്ന് പറയാം. അടുത്ത് നമുക്ക് കോട്ട് ഇസഡ് നോക്കാം. കോട്ട് ഇസഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോട്ട് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇസഡ് ബൈ സൈൻ ഇസഡ്. അപ്പം നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ കോട്ട് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇസഡ് മൈനസ് കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡ് എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇസഡ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇസഡ് വരും മൈനസ് കോസ് ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇസഡ് കോസ് ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡ്. അപ്പോൾ എന്ത് വരും? മൈനസ് സൈൻ സ്ക്വയർ ഇസഡ് മൈനസ് കോസ് സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡ്. ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ സൈൻ സ്ക്വയർ ഇസഡ് പ്ലസ് കോസ് സ്ക്വയർ ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡ് വരും. അപ്പം സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടെ 1 വരും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ ഇസഡ് ഈക്വൽ ടു മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ ഇസഡ് നമുക്ക് മൈനസ് കൊസീക് സ്ക്വയർ ഇസഡ് എന്ന് കിട്ടും. ജസ്റ്റ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തതേ ഉള്ളൂ. കോട്ട് ഇസഡിൻ്റെ കോട്ടിനെ നമ്മൾ കോസ് ബൈ സൈൻ എടുത്തു, എന്നിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പം കോട്ട് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ ഇസഡ് എന്ന് കിട്ടി. ഇത് കോട്ടെക്സിൻ്റെ നമുക്ക് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എഴുതിയതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അങ്ങനെ കിട്ടി. ഇനി നമുക്ക് ടാന് സീക്ക് കോട്ട് കിട്ടി. ഇനി കൊസീക്കിൻ്റെയും കൂടെ ഉള്ളൂ. കൊസീക്ക് ഇസഡ് എന്ന് പറയുമ്പം അത് 1 ബൈ സൈൻ ഇസഡാണ്. അപ്പം കൊസീക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 0 മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇസഡ് കോസ് ഇസഡ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡ് എന്ന് വരും. അപ്പം 0 മൈനസ് കോസ് ഇസഡ് ബൈ സൈൻ സ്ക്വയർ ഇസഡാണ്. നമുക്ക് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മൈനസ് കോസ് ഇസഡ് ബൈ സൈൻ ഇസഡ് ഇൻറ്റു 1 ബൈ സൈൻ ഇസഡ് എടുക്കാം. മൈനസ് കോസ് ബൈ സൈൻ എന്ന് പറയുമ്പോൾ മൈനസ് കോട്ട് ഇസഡ്, ഇത് കൊസീക്ക് ഇസഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നമ്മൾ നേരത്തെ പഠിച്ച അതേ നമ്മുടെ അതായത് ആദ്യം നമ്മൾ കണ്ടത് എന്താ? കോട്ട് ഇസഡാണ്, കോസ് ഇസഡാണ്. കോസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇസഡ് എന്ന് കിട്ടി. അടുത്ത് നമുക്ക് സൈൻ ഇസഡ് ചെയ്തപ്പം സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് ഇസഡ് കിട്ടി. പിന്നെ ടാൻ ചെയ്തു. ടാൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ഇസഡ് കിട്ടി. കോട്ട് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ കിട്ടി. മൈനസ് കൊസീക്ക് സ്ക്വയർ ഇസഡ് കിട്ടി. പിന്നെ നമ്മൾ ചെയ്തത് ഏതാ? കോട്ട് സീക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ഇസഡ് ടാൻ ഇസഡ് എന്ന് കിട്ടി. ലാസ്റ്റ് കൊസീക്ക് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോട്ട് ഇസഡ് കൊസീക്ക് ഇസഡ് എന്ന് കിട്ടി. അപ്പം ഇത്രയാണ് ഡെറിവേറ്റീവ്സിൻ്റെ ഫോർമുല നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പം കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ നോക്കി കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയിരുന്നു, അതേപോലെ തന്നെ വന്നു. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയിരുന്നു, അതുപോലെ തന്നെ കിട്ടി. ടാൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ, ടാൻ എക്സിൻ്റെത് സീക്ക് സ്ക്വയർ എക്സ് ആയിരുന്നു, നമുക്ക് ടാൻ ഇസഡ് സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടി. കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആയിരുന്നു. സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ് ആയിരുന്നു. കൊസീക്ക് എക്സിൻ്റെത് മൈനസ് കോട്ട് എക്സ് കൊസീക്ക് എക്സ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത്? നമ്മുടെ സാധാ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് പോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സും കിട്ടി. ഇനി ഒരു ഫോർമുലയും കൂടെയാണ് നോട്ട് തന്നിരിക്കുന്നത്, ഓയിലേഴ്സ് ഫോർമുല. നമുക്കറിയാം റിയൽ നമ്പർ സിസ്റ്റത്തിലെ ഓയിലേഴ്സ് ഫോർമുല എന്തായിരുന്നു? ഇ റേസ് ടു ഐ എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്നുള്ളത്.
ഇ റേസ് ടു ഐ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്നുള്ളതായിരുന്നു. നമുക്ക് അതിനെ കോംപ്ലക്സ് നമ്പറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ അത് കോസ് ഇസഡ് പ്ലസ് ഐ സൈൻ ഇസഡാണ്. അത് നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. കാരണം കോസ് ഇസഡിൻ്റെ ഫോർമുല എന്താ? ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ ടു. സൈൻ ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ ടു ഐ യു ആണ്. നമ്മളിത് രണ്ടും കൂടെ ഇത് പ്ലസ് ഇതിനെ ഇൻറ്റു ഐ ചെയ്യണം. കോസ് ഇസഡ് പ്ലസ് ഐ സൈൻ ഇസഡ് എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ ടു പ്ലസ് ഐ വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഈ ഐ പോകും. അപ്പോൾ അത് ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ ടു എന്ന് വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു മൈനസ് ഐ ഇസഡും മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡും കൂടെ പോയിട്ട് 2 ഇ റേസ് ടു ഐ ഇസഡ് ബൈ ടു ദിസ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇസഡ് എന്ന് കിട്ടും.